ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിക്കോട് ബീച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി പിന്നെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടാട്ടോ പോണത്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്, ഫ്രീ കിട്ടുന്ന സമയത്ത് ഞാൻ മുന്നിലേക്കും പോവാറുണ്ട്. പക്ഷേ ഇവിടെ തീരെ പോവാത്ത ഒരാളുണ്ട്, എൻ്റെ വല്യമ്മ കേട്ടോ, ഉമ്മാൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മാൻ്റെ ഉമ്മാനെ കാണിച്ചു കൊടുക്കാമല്ലോ, ഉമ്മാൻ്റെ ഉമ്മാനെ കാണിച്ചു കൊടുക്കല്ലോ, ഉമ്മാൻ്റെ ഉമ്മക്ക് ബീച്ച് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ പോവാണ്. ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പോണത് കോഴിക്കോട് ബീച്ചിലേക്ക്. അപ്പം നിങ്ങൾ വരും. അങ്ങനെ ഞാനിതാ താഴോട്ട് പോവാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറി അവരുടെ അടുത്തേക്ക് ഞാൻ താഴേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും മാറ്റി പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് 2 വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾക്ക് ഒരു വണ്ടിയിൽ പോകാനായിരുന്നു ആഗ്രഹം, പക്ഷേ ഒരു വണ്ടിയിൽ ഇത്രയും പേരെ കൊള്ളൂലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി 2 വണ്ടിയായിട്ടോ പോകുന്നത്. സിസ്റ്ററും അവളെ ഹസ് എല്ലാവരും കൂടെ ആ വണ്ടിയിലും, പിന്നെ ഞങ്ങൾ ഇതിലോട്ടാ. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, കാരണം സിസ്സിൻ്റെ ഹസ് ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് യാത്ര പോകുമ്പോൾ ആൾക്ക് ഇങ്ങനെ റൂട്ട് മനസ്സിലാക്കിയെടുക്കാനേ. അപ്പോൾ ഞങ്ങളുടെ ബാക്കിലാണ്, തൊട്ട് ബാക്കിലായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എണ്ണടിക്കാൻ കയറി. അപ്പോൾ ഞങ്ങൾ തൊട്ട് ബാക്കിലായതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഗൈസ് നമ്മളെ സിസ്റ്ററേയും ഹസ്ബൻഡിനെയൊക്കെ കാത്തു നിൽക്കുക കേട്ടോ. അവർ നമ്മളെ തൊട്ട് ബാക്കിലാണ്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി, കളിയൊക്കെ അല്ലേ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവർ നമ്മൾ ബാക്കിലുണ്ട്. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരാണ്, അതുകൊണ്ട് തന്നെ ആൾക്ക് ഇവിടെ അങ്ങനെ വല്ലാണ്ടൊരു ഇതില്ല. അപ്പം ഇങ്ങനെ ഞങ്ങളെ ബാക്കിലുണ്ട്. ഞങ്ങൾ ഏകദേശം ചെട്ടിപ്പടി ആ ഭാഗത്തേക്ക് എത്താനായി. അല്ല, ചെട്ടിപ്പടി തന്നെയല്ലേ, ചെട്ടിപ്പടി പരപ്പനങ്ങാടി എത്തിട്ടോ. ഇപ്പം ഞാൻ കാണിച്ചെന്ന ഒരു ഷോപ്പ് ഉണ്ടല്ലോ, ചാലിയത്താട്ടോ. അവിടെ കല്ലുമ്മക്കായ അവിടുത്തെ സ്പെഷ്യലാട്ടോ കല്ലുമ്മക്കായ. ഞാനും മുന്നിഫ്ക്ക് ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് അവിടെ വന്നിട്ട് കല്ലുമ്മക്കായ കഴിക്കാറുണ്ട് കേട്ടോ. അടിപൊളിയാണ് അവിടുത്തെ കല്ലുമ്മക്കായ. പിന്നെ ഞങ്ങളിതാ കോഴിക്കോട് ബീച്ച് എത്തിയിട്ടാ. കോഴിക്കോട് ബീച്ചിൽ വരാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഉമ്മാൻ്റെ ഫ്രണ്ടും കണ്ടിട്ടില്ല, പിന്നെ എൻ്റെ വല്യമ്മ. ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ വല്യമ്മയും കണ്ടിട്ടില്ല കേട്ടോ. വല്യമ്മാൻ്റെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു ബീച്ച് കാണിച്ച് നമുക്ക്. അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളെല്ലാ സ്ഥലവും പോകുന്നുണ്ട്, പക്ഷേ ഈ നമ്മുടെ വല്യമ്മാനെ എവിടെയും നമ്മൾ കൊണ്ടുപോകുന്ന ഇതാവുന്നവരെവിടെയും കാണുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവരെ കൊണ്ടുപോകണം, ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പോകുമ്പോഴല്ലേ അതൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ വല്യമ്മാനെയും കൂട്ടിയിട്ട് ആ ഒരു ആഗ്രഹം കൂടെ സാധിപ്പിക്കാൻ വേണ്ടി കോഴിക്കോട് ബീച്ചിൽ വന്ന കേട്ടോ. അപ്പോൾ നമ്മളിതാ കോഴിക്കോട് ബീച്ചെത്തി. അപ്പം ഞങ്ങൾ വണ്ടി ഇറങ്ങി, കുറച്ച് തിരക്കായതുകൊണ്ട് എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇറക്കി തന്നവർ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ക്ലിയർ ഇല്ല ഫോൺ. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഉള്ള ക്ലിയറിനെ നിങ്ങളെ കാണിക്കണമല്ലോ വെച്ച് ഞാൻ വീഡിയോ എടുത്തതാട്ടോ. എല്ലാം കാണിക്കാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഈ കാണുന്നത് ഞാൻ ഗ്ലാസ് വെച്ച് പനിയത്തിയുടെ മോന് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അവനിക്ക് വെച്ച് കണ്ടപ്പോൾ എന്താ അറിയില്ല, ചിരി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ബീച്ചൊക്കെ കണ്ടു. ഇതാ തിരിച്ച് പോരുന്ന വഴിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്നത് കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ കയറിട്ടോ. കാരണം ഒരുപാട് സമയമായി വീട്ടിൽ വന്ന് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കലും ദാവലും എല്ലാം നടക്കൂല. കാരണം 10:45 ഇതാണ് എൻ്റെ വല്യമ്മ കേട്ടോ. എൻ്റെ വല്യമ്മ ഉമ്മാൻ്റെ ഫ്രണ്ടാണ് തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ ഫുഡ് ഓർഡർ എടുത്തതാണ്. ഫുഡൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്നിട്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഈ ഒരു യാത്ര തന്നെ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.